എന്തുകൊണ്ടാണ് അമിത്ഷാ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ, RSS മുതൽ VD സതീശൻ വരെയുള്ള ആളുകൾ ഒരുമിക്കുന്നത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ? BJPയും കോൺഗ്രസും രാജ്യത്തെ മറ്റെല്ലാ ഗവൺമെന്റുകളും പിന്തുടർന്നു വരുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയിൽ വിജയകരമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ് ഗവൺമെന്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ബദൽ നയങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണ്. അതോടൊപ്പം BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങളെയും അവരുടെ സർക്കാരുകളുടെ പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുകയാണ് കേരള മാതൃക എന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്ത് മതനിരപേക്ഷ ശക്തികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന്. അപ്പൊ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കുക എന്നത് അമിത്ഷായുടെയും BJPയുടെയും RSSന്റെയും ഒപ്പം നേരത്തെ സഖാവ് വിജയരാഘവൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ വലതുപക്ഷത്തിന്റെയും പൊതുലക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ, RSS മുതൽ VD സതീശൻ വരെയുള്ള ആളുകൾ ഒരുമിക്കുന്നത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ? BJPയും കോൺഗ്രസും രാജ്യത്തെ മറ്റെല്ലാ ഗവൺമെന്റുകളും പിന്തുടർന്നു വരുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയിൽ വിജയകരമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ് ഗവൺമെന്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ബദൽ നയങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണ്. അതോടൊപ്പം BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങളെയും അവരുടെ സർക്കാരുകളുടെ പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുകയാണ് കേരള മാതൃക എന്നത്. ആ കേരള മാതൃക അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.